ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ കള്ളന്മാരെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് കഥ കക്കുന്ന കള്ളന്മാർ, അതായത് സിനിമയിലെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കുന്ന കള്ളന്മാരാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയെ ആസ്പദമാക്കിയിട്ട് ഒരു മുന്നത്തെ സ്ക്രിപ്റ്റ് റൈറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു നിഷാദ് കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും പിന്നെ രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും തമ്മിൽ എന്താണ് കഥ കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ആദ്യം മറ്റേ ഡിജോസ് ആന്റണിയാണ് കഥ കട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നു പോകുന്നത്. വീഡിയോക്ക് പോകുന്ന മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പെടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിജോ ജോസ് ആന്റണി എന്ന് പറഞ്ഞ ആളുടെ സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. അതായത് നിഷാദ് കോയ എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഈ സിനിമ റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അതാണ് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ഞാനൊരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ഉള്ളടക്കം എന്നുള്ള സ്ഥലത്ത്. ഉദ്ഘാടനം അല്ല കേട്ടോ, ഉള്ളടക്കം. അപ്പോൾ ഈ ഉള്ളടക്കം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇയാളൊരു പോസ്റ്റ് ഇടുന്നു. അതായത് നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇതൊരു ചാനലിൽ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ ചാനലിലത്തെ ആളുകൾ പറഞ്ഞു, അവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്ന അതിന്റെ ലിസ്റ്റൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അതിന്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ നിവിൻ പോളിയും അതുപോലെ തന്നെ അതിന്റെ സംവിധായകനായിട്ടുള്ള ഡിജോ ജോസ് ആന്റണി എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിൽ അവിടെ ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഇന്റർവ്യൂവർ ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു, ഈ കാര്യങ്ങളെ ഒന്നും അധികം ഇതാക്കാണ്ട് കാര്യങ്ങളൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്തു വിട്ടു. അങ്ങനെ സ്വാഭാവികമായിട്ടും ആൾ ചെയ്തത്, നിഷാദ് കോയ ചെയ്തത് എന്താണ്, നിഷാദ് കോയ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ മറ്റേ അതിന്റെ ലിസ്റ്റ് സ്റ്റീഫും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ വിഷയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇയാളൊരു ഇന്റർവ്യൂ എടുത്തു. ഇയാളുടെ മറ്റേ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും അത് മറ്റേ പ്രിന്റ് ചെയ്ത് കണ്ട് ചാനലിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങൾ, വോയിസ് അയച്ച കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളൊരു ഇന്റർവ്യൂ കാര്യങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഓലൊരു പ്രസ് മീറ്റ് ചെയ്തു. അതായത് ഈ മലയാളി ഫ്രം ടീമിന്റെ ഒരു മലയാളം ഫ്രം ഇന്ത്യന്റെ ഒരു ടീം വന്നിട്ട് ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ട് എനിക്ക് കക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ബാക്കിയുള്ള ക്ലിപ്പുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ വിശദീകരിച്ചൊന്ന് പറഞ്ഞുതരാം ഉള്ളടക്കം എന്നുള്ള സ്ഥിതിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഈ പരിപാടികളൊക്കെ നടന്നിങ്ങനെ എന്താണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പുതിയൊരു വ്യക്തി, അതായത് രാജീവ് എന്ന് പറഞ്ഞിട്ട് സിനിമയിലൊന്നും ഇല്ലാത്ത ഒരാൾ, ഇയാളുടെ കഥയാണ്, ഇയാളുടെ ഈ കഥ എന്താണ് ഈ നിഷാദ് കോയ കേട്ടിട്ടുണ്ട്. നിഷാദ് കോയ അത് എഴുതി അവര് ഡിജോസിനോട് പറഞ്ഞു, ഡിജോ ആന്റണി അതെടുത്ത് സിനിമയാക്കി. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു രാജീവിന്റെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ആദ്യം. അത് രാജീവിന്റെ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലെങ്കിൽ നമ്മുടെ ഹൈദരലി കട ചാനലിലുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ, അതായത് നമുക്ക് വേണ്ടതായിട്ടുള്ള പ്ലോട്ടുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം. എൻ്റെ അനുഭവം തന്നെ ആയിരുന്നു അത്. ഞാൻ എൻ്റെ റിയൽ ജോലി മുഹമ്മദ് അസ്കർ എന്ന പേര് തന്നെ വെച്ചിട്ടാണ് എഴുതിയത്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുണ്ടാവുമല്ലോ, സിനിമയ്ക്ക് സിനിമാറ്റിക് ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത് തന്നെ പറയാം. അപ്പം താങ്കളുടെ ഒരു അനുഭവം വെച്ച് എഴുതി കഴിയുമ്പോൾ പെട്ടെന്ന് കയറി നിഷാദ് കോയ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സബ്ജക്റ്റാന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? അവർ ഈ സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് 2021 ചിലപ്പോൾ ഡേറ്റ് ഓർക്കുന്നില്ല, ഇതുപോലൊരു ഇന്ത്യ പാകിസ്ഥാൻ സബ്ജക്റ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് രഞ്ജിത്തേട്ടനെയും പ്രജിത്തേട്ടനെയും വിളിച്ചു പറഞ്ഞു, അപ്പോൾ അല്ല അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ സ്ക്രിപ്റ്റെല്ലാം ഫൈനലായിരുന്ന സമയമാണ്, കുഴപ്പമില്ല എന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും അവരുടെ സ്വാഭാവികമായിട്ട് നീണ്ടുപോയി, നമ്മുടെ നീണ്ടുപോയി. അത് കഴിഞ്ഞ് ജയസൂര്യ വെച്ചിട്ട് അവർ അനൗൺസ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പം നമ്മൾ കണ്ടു അത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് നമ്മുടെ സംഭവിക്കുക എന്നുണ്ടായിരുന്നു. ശരിക്കും ഈ പടം ഷൂട്ട് തുടങ്ങി പറഞ്ഞപ്പോൾ നമ്മളത് വിട്ടു. നമ്മുടെ സിനിമ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതുകൊണ്ട് മുന്നോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരേ സബ്ജക്റ്റാണ്, പിന്നെ അതിന് പുതുമ നഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഒരേ സമയത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അല്ലേ? നമ്മുടെ നമ്മൾ പറയുന്നത് എങ്ങനെ പോയി എന്നുള്ള നമുക്കറിയില്ല, അതാണല്ലോ എൻ്റെ വാസ്തവം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് ചിലപ്പം അവിടെ ജീവിച്ചവർക്ക് ആരിൽ നിന്നുണ്ടാവുന്ന ഒരു ത്രെഡായിരിക്കാം, അത് പിന്നെ കഥയാകാം, ഡെവലപ്പ് ആകാം, അങ്ങനെ ഉണ്ടാകാമല്ലോ. അങ്ങനെയും താങ്കൾ കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ടോ ഞാൻ ചോദിച്ചു. അങ്ങനെ തന്നെ താങ്കൾ പറയുന്നുണ്ട്. അപ്പം ഈ നിഷാദ് കോയ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു. അപ്പം താങ്കൾ അറിയുന്നു, പ്രജിത്തിൻ്റെ അടുത്ത് പറയുന്നു, രഞ്ജിത്തിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം അവർ പറഞ്ഞ മറുപടി ഇതാണ്, നമുക്കതിന് മുമ്പ് തുടങ്ങാൻ പറ്റും എന്ന് പറയുന്നു.
അതിനുശേഷം ഈ നിവിൻ പോളി വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കൾ അറിയുന്നു ഇതും ഇന്ത്യ പാകിസ്ഥാൻ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കൾ പ്രജിത്തിന്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് വിളിച്ചില്ലായിരുന്നു, ആരെയും വിളിച്ചില്ല. അത് ഷൂട്ട് തുടങ്ങിയല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നീക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആരെയും വിളിച്ചില്ല. അത് സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം അവരുടെ സമയമായിരിക്കും, ആ സിനിമയുള്ള യോഗം ചിലപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. തിയേറ്ററിൽ വന്നപ്പം ടിക്കറ്റ് ആയത് 2 ദിവസം കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് വർക്കുണ്ട് പകല്. വൈകുന്നേരമാണ് എനിക്ക് ഫ്രീ ആയ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കണ്ടത്. ഒരു 4 ദിവസം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഞാനിപ്പോൾ വൈകിയാണ് അറിഞ്ഞത്, അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അതുപോലത്തെ ഈ പാകിസ്ഥാനി ടച്ചുള്ള ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇയാളുടെ കഥയാണ്, ഇയാളിനോട് സാമ്യമുള്ള കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. ഞാൻ സിനിമ കണ്ടപ്പോൾ എൻ്റെ സെയിം പ്ലോട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വയം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഇതിൻ്റെ ലാസ്റ്റാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് നിഷാദ് കോയൻ്റെ 2-3 കാര്യങ്ങൾ, അതായത് നമുക്ക് ആവശ്യപ്പെട്ട ഇതിനോട് സാമ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിഷാദ് കോയൻ്റെ, അത് കഴിഞ്ഞിട്ട് ഡിജോ ആൻ്റണിയുടെ കുറച്ച് ക്ലിപ്പ് കൂടി വെച്ചിട്ട് നമുക്ക് ഫൈനലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോകാം. അപ്പോൾ കാര്യം അറിയുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ നാട്ടിൽ വന്ന് ഡിജോനെ വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാൻ അയച്ച ഡിജോക്ക് മെസ്സേജിൻ്റെ വാട്സപ്പിൽ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിൻ്റെ ഡേറ്റ് 19 ഫെബ്രുവരി 2023 അതായത് ബോസ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ തോന്നുന്നു എനിക്ക് ലിസ്റ്റിൻ്റെ തന്നെ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോളൂ, ഇതിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുള്ള കള്ളം ഇവിടെ പൊളിയാണ്. ഇനി ഞാൻ ആ തന്നത് ഡിജോയുടെ തന്നെ നമ്പറാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് നമ്പറും കൂടെ വരുന്ന പേപ്പറാണത്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇത് 2023 ഫെബ്രുവരി മാസം അല്ലേ? അതെ, മാർച്ച് മാസം. 9 മാർച്ച് 2023 നടന്ന സംഭവമാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് അനൗൺസ് ചെയ്ത 2021 ഇവർ ഒരു 1.25 വർഷത്തെ അധ്വാനമാണ് ഇതിന് പുറകിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ച് നോക്കി. 2021 ഞാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണത്. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ജയസൂര്യയുടെ വോളിലും ചിലപ്പോൾ ഉണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വോളിലൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെസ്സേജ് ഡിജോന് അയച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റ് അയച്ച കാര്യം. ഇതിന് ശേഷം അതല്ലെങ്കിൽ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിജോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഏകദേശം അതിൻ്റെ കണ്ടന്റ് ഞാൻ പറയാം. ഞാൻ ഹൈ ഡിയർ ഐ ആം നിഷാദ് കോയ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. ഞാൻ രാജുവിനെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എൻ്റെ സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന്, സാമ്യമുണ്ട് എന്ന് രാജു പറഞ്ഞു. അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അതിൻ്റെ വോയിസ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അപ്പോൾ തിരിച്ച് മെസ്സേജ് രാജു ചേട്ടൻ എന്നോടും പറഞ്ഞിരുന്നു, ചേട്ടാ ഞങ്ങൾ ഇതിലൊരു ഫൺ പരിപാടിയാണ്, ഇതൊരു ഫൺ പരിപാടിയാണ്, ഇതൊരു പാകിസ്ഥാനി ഉണ്ടെന്നുള്ളൂ, ആ കഥയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കഥ ഡിജോക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. കഥയായിട്ട് പ്രൊമോഷന് വേണ്ടി പോയതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും FKയിലെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി, ഇന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. 2018 ക്വീൻ ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു. ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ് ഞാൻ ഒരു റൈറ്റർ ഡയറക്ടറാണോ? അല്ല.
അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഡിജോ പറയുന്നുണ്ട്, അതായത് എനിക്ക് ഇനി ആവശ്യമില്ല, ഞാനൊരു ഒരിക്കലും ഞാനൊരു റൈറ്റർ അല്ല, ഞാനൊരു സംവിധായകനാണ്, ഞാനൊരു സംവിധായകനാകുമ്പോൾ ഞാൻ ഒരിക്കലും കഥ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിഷാദ് കോയ പറയുന്നുണ്ട്, ഇത്രയും ചാറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് നമ്മൾ അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 2 ചിന്തയാണ് ഇതിൽ ഒന്നാമത് വന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ പ്രൊമോഷൻ ആണോ, അതായത് ആ സിനിമ എന്തായാലും ഒരു ഫ്ലോപ്പ് സിനിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ എങ്ങനെയെങ്കിലും കരപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു തന്ത്രമാണോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പൊ ഒരാൾ സിനിമ മോഷ്ടിച്ചു, ഒരാളുടെ കഥ, മറ്റാൾ അതിന് കഷ്ടിച്ചു. അപ്പൊ മൂന്നാമത് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിഷാദ് കോയെ അല്ലെങ്കിൽ രാജീവോ ആരെങ്കിലും പറയുന്ന ഒരാൾ ശരിയായിരിക്കും. രണ്ടാമത്തെ പോയിന്റിലേക്കാണ് വരുന്നത്. ആരെങ്കിലും ഒരാൾ പറയുന്നത് ശരിയായിരിക്കും. നിഷാദ് കോയ പറയുന്നതാണ് ശരിയെങ്കിൽ അതായത് ഈ നിഷാദ് കോയനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നിഷാദ് കോയ ഈ കഥ കട്ടതാണ് എന്നോ അല്ലെങ്കിൽ നിഷാദ് കോയ ഇത് വേറെ ആളിൽ നിന്ന് കേട്ടതാണ് എന്നോ എവിടെയെങ്കിലും ഒന്ന് പരാമർശിക്കണം. അതിനു വേണ്ടി കൊടുന്നതായിരിക്കാം ഈ രാജീവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ സിനിമ പ്രൊമോട്ട് ചെയ്യണം. നിഷാദ് കോയ പറഞ്ഞ് അദ്ദേഹം പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്നാണ്. അവർ പല രീതിയിലും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഡിജോയുടെ ഭാഗത്ത് നിന്നായിട്ടുള്ളത്. ഒരു പെട്ടെന്ന് ട്രെയിലറും കാര്യങ്ങളും ഇറങ്ങിയിട്ട് ഈ പാകിസ്ഥാന് ടച്ച ഒരു കാര്യങ്ങളും ചെയ്യാതെ അവർ ഫസ്റ്റത്തെ ഭാഗം മാത്രമാണ് ടീസറും ട്രെയിലറും ഒതുക്കിയത്. അത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി പരിപാടിയാണ് എന്നുള്ളത് നമ്മളെ പ്രേക്ഷകരെ എത്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയും. പക്ഷേ ഇദ്ദേഹത്തിന്റെ സെയിം പ്ലോട്ട് ആയിട്ടുള്ള ആ ഒരു പാകിസ്ഥാനി അതുപോലെ തന്നെ മലയാളിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആക്കുന്നുണ്ട്. ആ ഒരു കണക്റ്റ് ആക്കുന്ന കാര്യങ്ങളാണ് ഇതേ സെയിം മെത്തേഡിൽ ഇയാൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ നിഷാദ് കോയ അദ്ദേഹത്തിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളതും പ്ലോട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ അബ്സല്യൂട്ട്ലി നിഷാദ് കോയന്റെ അടുത്ത് കുറച്ച് സത്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒപ്പീനിയനാണ്. ഈ മേ ബി ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. എന്തായിരുന്നാലും പോലും നിഷാദ് കോയന്റെ അടുത്ത് സത്യങ്ങൾ ഉണ്ടാവും. കാരണം അദ്ദേഹം ഇത്രയും കാലം പ്രൂഫും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നിഷാദ് കോയന്റെ അടുത്ത് സത്യമുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ഈ ഡിജോനെ ഓൾറെഡി കളിയാക്കുകയും ചെയ്തു. പിന്നെ പോരാത്തിന് കമന്റ് പറയുന്നത് ചേട്ടനെ ആ പണം വിട്ടത് നന്നായി, അല്ലെങ്കിൽ ചേട്ടൻ അത് ഡയറക്റ്റ് ചെയ്യാതിരുന്നത് നന്നായി, അതെന്തായാലും പടം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ മറ്റേ ഡിജോക്കും അതുപോലെ തന്നെ ലിസ്റ്റൻ സീപ്പറൊക്കെ നല്ലോണം പൊങ്കാല സോഷ്യൽ മീഡിയ കൂടെ കിട്ടുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അതായത് അവർക്ക് ഒരു പോസ്റ്റ് ഇടാൻ വയ്യ, സിനിമയുടെ ഒരു പോസ്റ്റ് ഇടാൻ വയ്യ, അതിനടുത്ത് നിന്നിട്ട് ഞങ്ങൾ സൈബർ ബുള്ളിങ് ചെയ്യാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്ത്, ഇപ്പോൾ ഇവിടെ ഡിജോ എന്ത് ചെയ്യണം, അപ്പൊ ഇതിന് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡുള്ള ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരാളുടെ തന്ത്രത്തെ പൊളിക്കാൻ അതേ തന്ത്രം ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ, അതായത് 18-ാം പടി, പക്ഷെ 18-ാം പടിയല്ല, 18-ാം തന്ത്രം ആരാണ്. അപ്പോൾ അതാണെന്ന് തോന്നണം എനിക്ക്. അല്ലാതെ എനിക്കിതിൽ വേറെ കയമ്പുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിനെ രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയുന്നത് ഈ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ കൊണ്ടിടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ഈ ഒരു സംഭവത്തെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, അത് നിഷാദ് കോയയും എന്ത് ചെയ്യണം, കോപ്പി അടിച്ചതാണ് എന്നുള്ളതിലേക്ക് എത്തിക്കണം. അതാണ് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ മനസ്സിലായോ. അപ്പൊ ഇതിൽ ആരെ കോപ്പി അടിച്ചു എന്നുള്ള ചിന്താഗതി നമുക്ക് ഒരു തോട്ട് വരുമല്ലോ. അപ്പൊ നിഷാദാണ് കോപ്പി അടിച്ചത്, അപ്പൊ നിഷാദ് ഇവന്റെന്ന് കോപ്പി അടിച്ചു. അപ്പൊ ഈ പാവപ്പെട്ടവനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം ആൾക്കൊരു സിനിമയിൽ എത്താൻ പറ്റാത്ത ആളാണ്, ബാക്കിയുള്ള ആളുകളൊക്കെ സിനിമയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ഒരു പോരിനേക്കാൾ നല്ലത് ആളുകൾ ഇവരെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇവര് മൊത്തത്തിൽ പുള്ളി ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടീമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഷാദ് കോയ അതിലെ പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കഥ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അപ്പൊ ഇതൊക്കെ വെറും മാനിപ്പുലേറ്റിംഗ് പരിപാടിയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ ഊള പരിപാടികളൊക്കെ നമ്മൾ വെറുതെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ഇത് ഭയങ്കര പ്രൊമോഷൻ ആയിരിക്കാം, അല്ല നിങ്ങൾക്ക് ഇതേ പറഞ്ഞ പോലെ ഈ അതിലൊരാൾ പറഞ്ഞ സത്യം ഉണ്ടാവും, അതെങ്ങനെയും ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള നിലക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും